പ്രളയകാലത്തും സുനാമി ദുരന്തമുഖത്തും കൈമെയ് മറന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ആലപ്പുഴയിലെ സേവാഭാരതി പ്രവർത്തകർ വയനാടിനെയും ചേർത്ത് പിടിക്കുകയാണ്. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടവർക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങളാണ് ആലപ്പുഴയിലെ സേവാഭാരതി പ്രവർത്തകർ എത്തിക്കുന്നത്. ബെഡും ബെഡ്ഷീറ്റും വസ്ത്രങ്ങളും പാത്രങ്ങളും അടക്കം 2 വാഹനങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. ആലപ്പുഴയിലെ 69 യൂണിറ്റുകളിൽ നിന്നായി കഴിഞ്ഞ 3 ദിവസങ്ങളായി സ്വരുക്കൂട്ടിയ സാധനങ്ങളുമായാണ് ആലപ്പുഴയിലെ സേവാഭാരതി പ്രവർത്തകർ വയനാട്ടിലെത്തുന്നത്. ആലപ്പുഴ, മാവേലിക്കര എന്നീ 2 സംഭരണ കേന്ദ്രങ്ങളിലായി 250 കിടക്കകൾ, 100 കണക്കിന് ബെഡ്ഷീറ്റുകൾ, ബക്കറ്റുകൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കുപ്പിവെള്ളം എന്നിവയാണ് ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലെത്തിക്കുന്നതെന്ന് ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി എ അനീഷ് പറഞ്ഞു. സേവാഭാരതി ശരിക്ക് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു സേവാ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ അവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. കേവലം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാവുന്ന പരിപാടിയല്ല. അതിനേക്കാൾ ഉപരി ഇപ്പം അവർ തിരിച്ച് ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കിടക്ക, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, പില്ലോ, അതുപോലെ തന്നെ കുട്ടികളുടെ വസ്ത്രങ്ങൾ, കുട്ടികളുടെ ചെരുപ്പുകൾ, അതുപോലെ തന്നെ സോപ്പ്, എണ്ണ, അതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ഇതാണ് പ്രധാനമായിട്ട് സേവാഭാരതി 2 ദിവസമായിട്ട് ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ദുരിതബാധിതർക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത്. പ്രളയ സമയത്ത് കുട്ടനാടിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയത് വീടുകൾ താമസയോഗ്യമാക്കുക എന്നതായിരുന്നു. ആ വെല്ലുവിളിയിൽ ഏറിയ പങ്കും ഏറ്റെടുത്തത് ദേശീയ സേവാഭാരതിയായിരുന്നു. ഇപ്പോഴും പ്രളയബാധിതർക്കുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ തുടരുകയാണ്. വയനാടിന് കൈത്താങ്ങായി വരും ദിവസങ്ങളിലും സാധനങ്ങൾ സംഭരിച്ച് വയനാട്ടിലെത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, ആലപ്പുഴ.